അങ്ങോട്ടൊന്നും കയറിപ്പോകരുത്. വാ. പോ. ഞാനും കുണ്ടും കൂടി ഉച്ചയ്ക്ക് നമ്മൾ ആമയെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇനി ഞാൻ ഒരു നേരെ നാളെ പോകേണ്ട ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ ഇന്ന് നല്ല മഴ കേട്ടോ. രാവിലെ മുതലേ മഴ പെയ്യും നിൽക്കും. ആമി ആമി ആ മതി 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 കണ്ടുമുട്ടി. ഇടുവാ. എടി 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 എൻ്റെ അരിയടി കൊണ്ട് എന്നെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞ്. പൂച്ചയുടെ കൂടെ ഓടിയതാണ്. പിന്നെ ആളെ ഞാൻ കാണിച്ചു തരാം. അവിടെ കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി. ആമിക്ക് എന്തൊരു പറ്റിയെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഈ മുള്ളുവേലിൽ കയറി ഉടക്കിയതായിരിക്കും ആമിക്കും. ദാണ്ട കൊണ്ട് ചാടിയത് ഇതുവഴി ചാടിയപ്പം എന്താ ഈ മുള്ളുവേലിയിലാണെന്ന് തോന്നണം ആമിയുടെ പറഞ്ഞ പോലെ വാല് കുടുങ്ങിയത്. ഇതാ കണ്ട ഇവിടെ ഉടക്കിയിരിക്കുകയാണ്. സംഭവം കിട്ടി എനിക്ക്. ഇവനൊരു അടി കൊടുക്കണ്ടേ. എന്നെ ഇട്ടിട്ട് ഓടിയിട്ട് പിടിച്ചിട്ട് വിളിച്ചിട്ട് പൂച്ച അങ്ങ് ഓടിപ്പോയേ. എന്നിട്ട് ഉണ്ടല്ലോ ഞാൻ പിന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടില്ല. അവന് മുറിഞ്ഞൊന്ന് കിട്ടി. എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയെന്ന് അവന് മനസ്സിലായി. ഇങ്ങനെ പോവാടാ. എടാ പോവാടാ നീ. എടാ നിനക്ക് അടി വേണോടാ നിനക്ക്. എടാ നിനക്ക് നീ ഇങ്ങനെ ചെയ്യുമോ? ഇങ്ങനെ ഓടും എന്നെ ഇട്ടിട്ട്. വിളിച്ചിട്ടൊന്നും വന്നില്ല കേട്ടാ. പെട്ട് ഓടിയതാണ് ഇങ്ങനെ കുരുങ്ങി കിടക്കണത്. അവനെ ഇവിടെ ഒരിടത്തും കൊണ്ടുപോകാൻ പാടില്ല. ഒരിടത്തും എന്നെ ഇട്ട് കൊല്ലിക്കാനായിട്ട്. ഇവിടെ കണ്ട നടു റോട്ടിൽ എനിക്ക് വഴക്കുറ ഇരുന്ന് വന്നിരിക്കുകയാണ്. നടു റോഡിൽ. മറ്റേ പൊന്നെ ഇവനെ കണ്ട ആരെങ്കിലും വഴക്ക് പറയോ? അവൻ ചിരിച്ചുകൊണ്ടിരിക്കണം കണ്ട. പെട്ടുപോയെന്നുള്ള ഒരു ഇതിൽ. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഞങ്ങളെ അതിരല്ല, അവരെ അതിരാണ്. അപ്പോൾ അവരിങ്ങനെ ഇടിഞ്ഞു പോയത് കൊണ്ട് ഇതിൽ വഴിയാക്കാതിരിക്കാൻ വേണ്ടിയേ വേറെ വിളക്കാരിങ്ങനെ ചെയ്തു വെച്ചിരിക്കണേണ്. ഇനിയിപ്പോൾ ഞാൻ സഹോദരനെ കാണുമ്പം പറയണം, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആമി എന്നെ അഴിച്ചു വിട്ടാൽ വീണ്ടും ഈ മുള്ളുവേലിയിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അവിടെ കട നീ കുടുങ്ങി കിടന്നോ. നിന്നെ ഞാൻ ഇനി കൊണ്ടുപോകണില്ല. ഇവിടെ കിടന്നോ. എന്നെ കണ്ട നമ്മളെ ഗുണ്ട് ചോറ് കഴിക്കും കേട്ടാ. ആമിക്ക് ഞാൻ ചോറ് കൊടുക്കുന്ന കണ്ടുകൊണ്ട് എവനും ഭയങ്കര വിശപ്പാണ്. എന്താ ഓ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റൂല. ഞാൻ ഇനി നിർത്തി. രണ്ടുപേർക്കും കൊടുത്തിട്ട് ഇന്ന് വീഡിയോ എടുക്കാം കേട്ടോ. വേറെ ഇല്ലേ? കഴിഞ്ഞു. ഓ വാ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എനിക്ക് പിന്നെ ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവച്ച് കഴുകി. ഇനി ഓയിൽമെൻ്റ് ഇട്ടിട്ട് അടുത്ത് കാണിച്ചിടാം. അയ്യോ ഓയിൽമെൻ്റൊക്കെ ഇട്ട് സ്നേഹം കൊണ്ടാണ് കേട്ടോ. അവളിപ്പോൾ നമ്മളെ മുറിവിൽ പിടിക്കുമ്പോഴേക്കുവേ ആമിക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. അവൾ ആ മുറിവിലൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേ അങ്ങ് തടവി തരുവാണ് എനിക്ക്. ഇപ്പോൾ ഒക്കെ പിടിക്കാം, ഇങ്ങനെ ആക്കാം. ആമി നല്ല സഹകരിക്കണം. നമ്മൾ അവളെ ഉപദ്രവിക്കാനല്ല. കണ്ട പാവമാണേ എൻ്റെ പൊന്നുമക്കൾ. നല്ല മഴ വരണുണ്ട്, നല്ല മഴ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ തന്നെ കിടത്തിയിട്ട് പോവുകയാണ്. അമ്മ വിളക്ക് വയ്ക്കുന്ന സാധനമല്ല ഇവിടെ നിന്ന് മാറ്റി. ഞാൻ പറഞ്ഞു മഴയത്തൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കിടത്താൻ പറഞ്ഞിട്ടുണ്ട് ആമയെ.
അവൾക്ക് അത്യാവശ്യം കൂട് തന്നെ വേണം കേട്ടോ. അപ്പോൾ എനിക്ക് ഏതെങ്കിലും പൈസ കിട്ടി ആദ്യം ചെയ്യണത് ഞാൻ എൻ്റെ ആമിക്കൊരു കൂട് വയ്ക്കണം. വേറൊന്നുമല്ല, ഞങ്ങൾക്ക് അമ്മയ്ക്കൊക്കെ അതിനുള്ള സാഹചര്യമില്ല. തൊഴിലുറപ്പിനും പോയി അത്രയും ഒരു കൂടൊക്കെ വാങ്ങിച്ച് വയ്ക്കാനൊക്കെ അവർക്കൊരു വലിയ സംഭവമാണ് കേട്ടോ അത്. അപ്പം നമുക്ക് അവൾക്ക് ഒരു നനയാതൊരു കൂടും സുരക്ഷിതമായിട്ടൊരു വീടും വേണം. ഇത്രയും ചെയ്തു കൊടുത്തല്ലോ, ഇനി നമുക്കതും പറ്റും. രാവിലെ മുതലേ മഴ. പിന്നെ ഗുണ്ടുവിനെ കൂടി കൊണ്ടുവന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗുണ്ടുവിൻ്റെ വിളിയാണല്ലോ. ഗുണ്ടുവിനെ ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആമിയെ അവിടെ ആക്കിയിട്ട് ആമിക്ക് അവിടെ സ്ഥലം മാറിയപ്പം ഞാൻ അങ്ങ് കയറിപ്പോകും നേരെ വിളിയായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരു നേരം ഇടയ്ക്കിടയ്ക്ക് ആമി കരച്ചിലുണ്ടായിരുന്നു. അഴിച്ചു വിട്ടതും അവൾ നേരെ പോയി കസാരയിൽ കിടന്നെന്നാണ് അമ്മ പറയണേ. പിന്നെ ഞാൻ എന്തായാലും മഴ നനഞ്ഞുകൊണ്ടാണ് പോണത്. ഗുണ്ടുവിന് ഇനിയിപ്പോൾ മഴ തോരുന്നേരം ഇവിടെ നിന്നാൽ പറ്റൂല. എന്തായാലും ഗുണ്ടുവിനെ കുളിപ്പിച്ചിട്ട് കുറേ നാളായി. എന്തായാലും ദേഹത്തൊക്കെ ചെളിയും പിസറും ഒക്കെ അടിച്ചു. അപ്പോൾ അവനെയും കൊണ്ടുപോയി ഒന്ന് നന്നായിട്ട് കുളിപ്പിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനും അവനും കൂടി ഇതാ ഇവിടെ നിന്ന് ഇറങ്ങി. ഗുണ്ടു ആമി ഞങ്ങളെ ഇങ്ങനെ വിളിയുണ്ടായിരുന്നു പോവല്ലേ എന്നുള്ള. പിന്നെ നമ്മളിതാ ഇവിടെ വേട അങ്ങോട്ട് കണ്ടല്ലോ ഓടുന്നു. ഇങ്ങോട്ട് വാ. കയറ്. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഗുണ്ടുവിനെ ഇതാ കുളിപ്പിക്കുന്നു. ഇവിടെ വന്നപ്പം എനിക്ക് ശ്രീകുട്ടി ഉണ്ടായിരുന്നു വീഡിയോ എടുത്തരാം. അവൾക്ക് ഇന്ന് കോളേജിൽ പോകണ്ടായിരുന്നു. പിന്നെ അവളെ കൂടി ഞാൻ വിളിച്ചതായിരുന്നു ആമീരുടെ അടുത്ത് പോകാൻ. മഴ ആയതുകൊണ്ട് അവൾ പറഞ്ഞു അമ്മ പോയിട്ട് വന്ന്. അതാണ് കറക്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. എങ്കിലും നിങ്ങൾക്ക് അവളെ മുറിവൊക്കെ ഒന്ന് ഉണങ്ങിയത് കാണിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് അവളെ എടുത്ത് കാണിച്ചത്. പിന്നെ ഈ സോപ്പ് എല്ലാവരും പറയും ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോപ്പല്ല. ഞങ്ങളിവിടെ 40 രൂപയുടെയൊക്കെ സോപ്പ് വാങ്ങിക്കുമ്പോൾ യവന് 70-75 രൂപയുടെ യവൻ്റെ സോപ്പ് തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ച് ഇവനെ കുളിപ്പിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ആരോ പറഞ്ഞ് ഷാമ്പു ഉണ്ടെന്ന്. അപ്പോൾ ഇത് തീരട്ടെ, അപ്പോൾ നമുക്ക് ഷാമ്പു വാങ്ങിക്കാം. അതാണ് എനിക്കും എളുപ്പം. പിന്നെ തേച്ച് കഴി അവൻ്റെ ദേഹത്ത് കിടന്ന അഴുക്ക് അത്രയും ഒരു അരിയെന്ന് ഞാൻ കഴി ഇളക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായേ. ഞാൻ ഇന്നലെ അവനെ ഈ റോഡിൻ്റെ സൈഡിൽ നാണക്കേട് നോക്കിയിട്ട് ഇപ്പോൾ കാര്യമില്ലല്ലോ. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ബാത്റൂമിൽ വിടലാണ് ഇപ്പോഴും. നമുക്ക് വേറെ സ്ഥലവും ഇല്ല ആരും കാണാതെ ഒളിച്ചു കൊണ്ടുവന്ന് നിർത്താനായിട്ടേ. നമുക്ക് നേരെ ഇറങ്ങണ റോഡല്ലേ. അപ്പം ഞാൻ റോഡിലോട്ട് ഒരാളിങ്ങനെ പറഞ്ഞ് നിങ്ങൾ അവിടെ കെട്ടിയിട്ടിരിക്കണം, റോഡിൻ്റെ ഏതെങ്കിലും പോസ്റ്റ് കെട്ടിയിട്, കൊണ്ടുവന്ന് ഇങ്ങനെ നാണക്കേട് നടക്കണം എന്തിനെന്ന്. പിന്നെ ഞാൻ അതൊക്കെ ഇനിയിപ്പോൾ നോക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരാളിങ്ങനെ ഇന്നലെ കണ്ടപ്പം പറയാണ് അടുത്ത് നിന്ന് ഒരാളോട് നീയും കുറേ പട്ടിയുടെ വീഡിയോ ഇതാ അവൾ ഇടും പോലെ എന്നൊക്കെ ഒരുമാതിരി എന്നെ കുറേ ആക്കി. പക്ഷെ നല്ല സന്തോഷമുള്ള കാര്യങ്ങളും ഉണ്ട്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഒരു KSRTC ബസ് ഉണ്ടല്ലോ, അതിങ്ങനെ സ്ലോ ചെയ്ത് എൻ്റെ അടുത്തോട്ട് വരുന്നു. ഞാൻ നോക്കിയപ്പോൾ അതിലെ ഡ്രൈവർ എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മുഖത്തോട്ട് നോക്കി. അപ്പോൾ ചോദിച്ചു ഈ ഡോഗാണോ നിങ്ങൾ ബൈക്കിലിരുത്തി കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എനിക്കൊരു ഹായും തന്നിട്ട് പോയി. അതെനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം കുറേ പേര് നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ കുറേ പേര് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ട്. ചിലവർക്കൊക്കെ നല്ല സന്തോഷവും പോസിറ്റീവുമാണ്. പക്ഷെ ചിലവർ നമ്മളെ കാണുമ്പം കണ്ടില്ലേ, ഇന്നലെ നമുക്ക് അറിയാമെന്നുള്ളൊരു ബന്ധുവാണ് എന്നെ ഇങ്ങനെ കുത്തി സംസാരിച്ചിങ്ങനെ ഇവനെ ബാത്റൂമിലൊക്കെ കൊണ്ട് അടുത്ത് നിന്ന ഒരു തീരുടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ നീ കുറേ പട്ടികളെ നിനക്കും ഉണ്ടല്ലോ ഡോഗ്, നീയും അങ്ങോട്ടൊരു വീഡിയോ എടുത്തിട് അങ്ങനെയൊക്കെ ഇട്ട് എന്നെ കുറച്ച് നേരം കളിയാക്കി. എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനും അതിൻ്റെ കൂടെ ചിരിച്ചിട്ട് ഞാനിങ്ങ് പോന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പൊതു സ്ഥലത്ത് പോകുമ്പം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാടല്ല, എല്ലാ നാട്ടിലും അങ്ങനെയെന്ന് നമുക്കറിയാം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ ഞാനിതാ ഗുണ്ടുവിനെ തേച്ച് കുളിപ്പിക്കുകയാണ്. അവൻ കോഴിക്കുഞ്ഞിനെ പോലെ ഇരിപ്പുണ്ട്. അവൻ്റെ ഈ തൂവൽ മാത്രമേ ഉള്ളൂ. പക്ഷേ കഴി വരുംതോറും ഇവൻ വെളുത്ത് വരുന്നത് കാണാം കേട്ടാ. ഫുൾ അഴുക്കായിരുന്നു എന്ന് എനിക്കൊരു സംശയം. പിന്നെ ഈ ബിന്ദു പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവന് ഓന്തിൻ്റെ നിറം പോലെയാണ്. 2 നിറമുണ്ട് അവന്, വെളുപ്പും ഒരു ബ്രൗണും. പിന്നെ അഴുക്ക് കൂടുന്നതനുസരിച്ച് ബ്രൗൺ കളർ കൂടും കേട്ടോ.
പിന്നെ എന്തായാലും ആമിയെ നിങ്ങൾ കണ്ടല്ലോ, ആമിയും ഏകദേശം നന്നായി, മുറിവെല്ലാം കരിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും അതും ഒരു സന്തോഷമാണ്. പിന്നെ എല്ലാവരോടെയും താങ്ക്സ്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. പക്ഷേ ഇത്രയും പെട്ടെന്ന് നമുക്ക് പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം നല്ല ആഴത്തിലുള്ള, എനിക്ക് തോന്നുന്നു ആ മുള്ളുവേലി വലിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ, ഉള്ളിലോട്ട് വലിച്ചതായിരിക്കാം. എന്തായാലും അവൾ നമ്മളെ ഗുണ്ടപ്പൻ നല്ല രീതിയിൽ നിന്ന് തരുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഓടിയിട്ട് ഒരു കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗുണ്ടപ്പൻ ഇങ്ങനെ കുളിക്കാനൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടാകുമ്പോൾ കുളിക്കാനൊക്കെ നിന്ന് തരുമായിരിക്കും കുറച്ചുകൂടിയൊക്കെ ആയിട്ടല്ലേ. എന്തായാലും കുളിപ്പിക്കുക അനുസരിച്ച് അവൻ്റെ അഴുക്കൊക്കെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തൊരു പറയാനാ, ഈ ചെവിയൊക്കെ എന്തൊരു നിവർത്തി അങ്ങനെ ഇരിക്കണം. തണുപ്പുണ്ടായിരിക്കും, വെളിയിൽ മഴയല്ലേ, എന്നെ ഈ മഴയത്ത് കുളിപ്പിക്കണോ എന്നായിരിക്കും അവ ഇങ്ങനെ ദയനീയതയിൽ നോക്കുന്നത്. പക്ഷെ കുളിപ്പിച്ച് അവ ആക്റ്റീവാണ് കേട്ടോ. തലയെല്ലാം തോർത്തി അവനെ നല്ല രീതിയിൽ തോർത്തി കഴിയുമ്പോൾ അവൻ ഓക്കെയാണ്, ചുന്ദര ഗുണ്ടുവാണ്. ആണെന്നാൽ പാവം ഗുണ്ടുവൊന്നും അല്ല, കുരുത്തം കെട്ട ഗുണ്ടുവും കൂടിയാണ്. പക്ഷേ അവൻ വേറൊരു വീട് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ അവൻ നല്ല അടിപൊളിയായിട്ട് ട്രെയിനിയൊക്കെ ആയിരുന്നെങ്കിൽ സൂപ്പറായി. വേറെ വീട് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പം ഗുണ്ടു ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, നമ്മളെ ലൂക്കാച്ചനെ പോലെയൊക്കെ ആയേനെ. പക്ഷെ എന്ത് ചെയ്യാം, ഞങ്ങളെ ഇടയിൽ പെട്ട് ഗുണ്ടു ഇങ്ങനെ ഉറക്കത്തിൽ മാത്രം എക്സ്പേർട്ടായിട്ട് ജീവിക്കുന്നു. അവൻ തന്നെ എന്ത് ചെയ്യും, തുടയ്ക്കാൻ വേണ്ടിയൊക്കെ വന്നോളും കേട്ടോ. സുന്ദരനായത് കണ്ടാ ബിന്ദു തന്നെ എന്തോ ഇതിന്റെ കളർ കളറങ്ങ് മാറും. നോക്ക് ഇവന്റെ ഭംഗി നോക്ക്. ഇത് ഫുള്ള് ചെളിയും കൂടിയാണ്, പാതിയും ചെളിയാണ്, പാതി മഴ ആയതുകൊണ്ടേ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ തന്നെ ചെളിയാക്കും. ഇപ്പൊ സുന്ദരനായി, നമ്മൾ സുന്ദരനായി. ഇവിടെ ചെവിയൊക്കെ നോക്കട്ടെ. ഭംഗിയായോ അടി? ഇത് വെളുത്ത സുന്ദരനായോ? ചെവിയൊക്കെ നോക്കണ്ടേ? എന്റെ കൈ ഇടുക. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഇവ ചെളിയും ഇത് ഓന്താണ്, ഓന്ത് പാതി കളർ വെള്ളയും പാതി കളർ ചുവപ്പും ആയിപ്പോയി. പിന്നെ ബാക്കി ചെളിയും കൂടി ആവുകയാണെങ്കിൽ അതിൻ്റെ എന്ത് പറഞ്ഞാലും കളിയാക്കിയാലും നമ്മളിവരിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. ഞങ്ങൾ പക്ഷേ പണ്ടൊന്നും ഒരു ഡോഗിൻ്റെ വീഡിയോ അങ്ങനെ ഒന്നും കണ്ടിരുന്നില്ല. യാദൃശ്യമായിട്ട് കണ്ടാൽ പോലും നിർത്തി കാണൂല, നമ്മളതിനെ ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് പോവുകയാണ് പതിവ്. പക്ഷേ ഇപ്പം ഞാൻ ഇങ്ങനെ ഡോഗിനെ പുറത്ത് വെച്ച് കണ്ടാലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, വീഡിയോ കണ്ടാലും ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെ ലൂക്കാച്ചൻ എടാ നിർത്തണം, ഇവിടെ ഗുണ്ട് ഭയങ്കര ബഹളമാണ്. നമ്മൾ വോയിസ് ഇടാൻ സമ്മതിക്കണില്ല കേട്ടോ. ലൂക്കാച്ചൻ്റെ വീഡിയോ ഒക്കെ കാണും. പക്ഷെ അവരൊക്കെ ആ ലൂക്കാച്ചൻ ഇങ്ങനെ പറയണതെല്ലാം ചെയ്യണ കാണുമ്പോൾ ഭയങ്കര ആവശ്യമാണ് കേട്ടോ. പക്ഷെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാനോ പറയാനോ ഒന്നും അറിഞ്ഞൂടാ. നമ്മളെ ഗുണ്ടപ്പൻ നമ്മളെപ്പോലെ എങ്ങനെയടി പറയണേ, നമ്മളെപ്പോലെ ബുദ്ധിയില്ലാത്ത കുട്ടിയായിട്ട് വളരെയാണ്. നാട്ടും പുറം ഗുണ്ടുവായിട്ട് വളരെയാണ്. അവന് നല്ലൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ സംഭവം. ഇനി ഇതൊന്നും കൂടിയാ ഉള്ളു, എല്ലാം തീർത്ത്. ഒരു പല്ല് പോയി, ഇനി ഒന്നുമില്ല. മേളിൽ ഇരിക്കണ കറുത്ത ചീപ്പൊക്കെ എൻ്റെ നല്ല തണുപ്പും നല്ല സുഖവും നല്ല ഉറക്കവും. കുളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങണം, നിർബന്ധ എൻ്റെ പൊന്നിന് കേട്ടോ. ഇഷ്ടക്കുറവുണ്ടൊന്നും അല്ല കേട്ടോ, റോസ് കളർ തുണിയാണ് ഇപ്പോഴത്തെ യൂണിഫോം. അപ്പോൾ അതിൽ വല്ല
ചെളിയായി കഴിഞ്ഞാലേ കഴുകിയാൽ പോയില്ലെങ്കിൽ ഭയങ്കര കഷ്ടം. അതുകൊണ്ടാണ് അവൾ കിടന്ന് ഇങ്ങനെ പേടിക്കണത്. കാരണം അവൻ്റെ കാലത്രയും ചെളിയായിരിക്കുമല്ലോ എന്നും. കുളിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കാര്യം അവൾ അറിഞ്ഞൂടെ. എന്നാലും കുളിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാലിലൊക്കെ ചെളിയാവും ഇവിടെ. ഗുണ്ടു കുഞ്ഞുവിന്റെ ബാക്കാ നടക്കാണ് ഗൈസ്. പോയില്ലെങ്കിൽ ഗുണ്ടുവിന് 2 കൈ അടിച്ചോടിക്കും. ഗുണ്ടപ്പനാണെങ്കിൽ ഭയങ്കര വിഷമമാണ്. മറ്റവളുണ്ടല്ലോ 2 കായും തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന് ഇതുപോലൊരു വിഷമമില്ല. ചേച്ചി വേണ്ടി എന്നാലും ഇങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ എന്നുള്ള വിഷമത്തിൽ ഇവിടെ തന്നെ ഇരിക്കണം. നിങ്ങൾ കണ്ടല്ലോ അവൾ എടാ എൻ്റെ അഴുക്കുമല്ലോ ആവണേ നിൻ്റെ കാല് 2 ഞാൻ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞത് അപ്പം തന്നെ വന്നതാണ് ഇവിടെ ഇരുന്ന്. പിന്നെ അവൻ്റെ സങ്കടമൊക്കെ മാറ്റാൻ വേണ്ടി ആ മൂത്ത ചേച്ചി എത്തി കളിപ്പിക്കുകയാണ്. പിന്നെ ഇളയവളെ എന്തെല്ലാം കുരുത്തക്കേട് ഈ ഗുണ്ടപ്പൻ ചെയ്താലും സപ്പോർട്ട് ചെയ്യും കേട്ടോ. അവൻ അങ്ങനെ പറയില്ല ഇങ്ങനെ പറയില്ലെന്ന്. പിന്നെ വീഡിയോ ഇന്നലെ ഇട്ട ലോങ് വീഡിയോയിൽ വന്ന കമന്റ് ആണേ, നിർമ്മല ആൻറ്റി ഇട്ടത് ലോങ് വീഡിയോ ഇടൂ മോളേന്ന്. ഓക്കെ ആൻറ്റി, തീർച്ചയായും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ലോങ് വീഡിയോ ഇടും. നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ബിന്ദു സുരേഷ് ആൻറ്റി, നമ്മുടെ ബാംഗ്ലൂരിലുള്ള ആൻറ്റി ഇട്ടേക്കുവാണ് ലോങ് വീഡിയോ ഇടണേ ഞങ്ങൾ കണ്ടോളാം. താങ്ക് യു, സത്യമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ ഇത്രയും സപ്പോർട്ടൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഞങ്ങളുടെ കൃഷ്ണേന്ദു ആൻറ്റിന്ന് എനിക്ക് പെട്ടെന്ന് വരുള്ളൂ കേട്ടോ, പേര് വായിച്ച് നമ്മുടെ ദീദി ആൻറ്റി ഇട്ടേക്കുവാ. ആമി വേഗം സുഖാവട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോയെന്ന് പറഞ്ഞു. ഒരുപാട് നന്ദി ആൻറ്റി, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെ അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് വേദനയും ദൈവമായിട്ട് എങ്ങനെ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞിട്ട് നല്ലൊരു സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ബിന്ദു കണ്ണൻ ആൻറ്റി ഇട്ടേക്കുക, ഞങ്ങൾക്കും ഒരു മുഷിപ്പില്ല, ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു ആൻറ്റി, സത്യമായിട്ട് നിങ്ങളുടെയൊക്കെ തുടക്കം തൊട്ടുള്ള ഈ സപ്പോർട്ടാണ് ഞങ്ങളെ ഇതുവരെ എത്തിച്ചത്. പിന്നെ നമ്മുടെ ഭാമ ശിവദാസ്, ഈ ആൻറ്റിയൊക്കെ എനിക്ക് തുടക്കം തൊട്ടേ മെസ്സേജ് ഇടുന്ന എനിക്ക് കാര്യം അറിയാം കേട്ടോ. സത്യമായിട്ട് ഇവരെയൊക്കെ പേരുകൾ നമുക്ക് അത്രയൊക്കെ ഹുക്കപ്പാണ്. കാരണം എപ്പോഴും വായിച്ചേ ലോങ് വീഡിയോ ഇട്ടാൽ ഞങ്ങൾ കണ്ടിരിക്കും. ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായാലും ഞാൻ ഇട്ടും കേട്ടോ. അത്ര ഇഷ്ടമാണ് ആവീനെയും കുണ്ടുവിനെയും നിങ്ങളെയും. താങ്ക് യു. സിന്ധു ആൻറ്റി ഇട്ടേക്കോ, ലോങ് വീഡിയോ കാണാൻ സന്തോഷമാണ്. വി ലവ് യു ആൾ. താങ്ക് യു, വി ലവ് യു ടു ആൻറ്റി. ഗീത ശ്രീകുമാർ ആൻറ്റി ഇട്ടേക്കോ, ലോങ് വീഡിയോ ഇടുമോളെ ഞങ്ങൾ തീർച്ചയായും കാണും. സത്യമായിട്ട് എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാട്ടോ. പിന്നെ മഞ്ജു ജി ആർ എന്നിട്ട് പറഞ്ഞിട്ട് കുരുട്ടീച്ച പറ്റാതെ നോക്കണം പുഴുവര. ഓക്കെ ആൻറ്റി, സീരിയസ് ആയിട്ട് ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനുള്ള പ്രിക്കോഷനൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ബിന്ദു ആൻറ്റിയുടെ കമൻറ്റാണ്. ബിന്ദു ആൻറ്റി പറയുവാണ് 2 കളർന്ന്. ഞങ്ങൾക്കും അറിയില്ല ആൻറ്റി, ഇവന് 2 ഞങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇവന് 2 കളറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു സമയം നോക്കുമ്പോൾ നല്ല വെളുകളാന്നിരിക്കും, പിന്നെ ഒരു സമയത്ത് നോക്കുമ്പോൾ കറുകറാന്ന് ബ്രൗൺ കളറിലിരിക്കും. അമ്മ ഇവിടെ കുളിപ്പിക്കുമ്പോഴൊക്കെ അത് ബിന്ദു ആൻറ്റിയുടെ കമൻറ്റ് പറഞ്ഞുകൊണ്ട് ഇവനെ കുളിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ബിന്ദു ആൻറ്റിയുടെ കാല് ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആയിരുന്നില്ലേ പോയപ്പോൾ ഇവിടെ നിന്ന്, ഇപ്പം എങ്ങനെയുണ്ട്, സുഖമായോ? പിന്നെ മഴയുണ്ടോ അവിടെ? പിന്നെ ഓരോരുത്തരുടെ കാര്യങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇട്ട് പറയണം കേട്ടോ. ഇതുപോലെ ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റി അറിയാനാണ്. അപ്പോൾ അടുത്തിനി എന്നാ ലോങ് വീഡിയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഇതേപോലെ നിങ്ങളുടെയൊക്കെ കമൻറ്റ് എനിക്ക് ഇതേപോലെ വായിക്കണമെന്നാണ് ആഗ്രഹം. നിങ്ങൾക്ക് ഇതേപോലെ മറുപടി തരാനാണ് ഇഷ്ടം എനിക്ക്. അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ. ബൈ ബൈ.